ദേശാഭിമാനികളെ, അഭിബന്ധിരായ പ്രേക്ഷകരെ, മിത്രങ്ങളെ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സങ്കീർണതകളുടെ ഒരു കുത്തൊഴുക്ക് പ്രദേശമായി നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, ഒട്ടേറെ കാരണങ്ങളാൽ. ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ഉറപ്പുകൾ ഒക്കെ അപ്പുപ്പം താടി പോലെ കാറ്റിൽ പറന്ന് ഉയരുകയാണ്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അതെവിടെയോ ചെന്ന് പതിക്കുകയാണ്. ജനങ്ങൾ നിർനിമേഷരായി, നിരാലംബരായി, ഭയചകിതരായി, നിസ്സഹായരായി, അവശരായി, ആലംബഹീനരായി പകച്ചു നിൽക്കുകയാണ്. ആരുണ്ടിവിടെ ചോദിക്കാൻ? ആരുണ്ട് ഇതൊക്കെ തടയാൻ എന്ന ചോദ്യം സജീവമായി ഉണർന്നു നിൽക്കുന്നു. 2 ആഴ്ച മുമ്പാണ് ലോക മനസാക്ഷി അന്താളിപ്പിച്ചുകൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട് അർജുൻ എന്ന ഒരു ട്രക്ക് ഡ്രൈവറുടെ തിരോധാനം നമുക്ക് വായിക്കാനും വാർത്തകളിലൂടെ കാണാനും ഇടയായത്. വളരെ വളരെ സാങ്കേതിക മികവുള്ള ഒരു രാജ്യമാണ് ഭാരതം. നമ്മുടെ സൈനികർ കുറ്റമറ്റ വൈദഗ്ധ്യമുള്ളവരാണ്. ഈ സംവിധാനങ്ങൾ, ഇങ്ങനെ നിരവധി സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. കഷ്ടം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ആരെയും ആക്ഷേപിക്കാനല്ല, അതിൻ്റെ സങ്കടത്തിൻ്റെ പരിമാണം ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. അർജുനെ നമുക്കിതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ട്രക്ക് വീണതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുകയാണ് നമ്മുടെ ആളുകളും അന്വേഷകരും. തിരുവനന്തപുരത്ത് പ്രഖ്യാതമായ ആമ ഇഴഞ്ചാൻ തോട് ഒരു കാലത്ത് തുള്ളിച്ചാടി ഒഴുകിയിരുന്ന തീർത്ഥജലത്തിന് സമാനമായ തെളിനീർ പ്രവാഹമായിരുന്നു അത്. മലനിരകളിൽ നിന്നൊക്കെ ഓടി ഓടി എത്തിയ ആ വെള്ളച്ചാട്ടങ്ങൾ സമാഹരിച്ച് അറബിക്കടലിന് കൊടുക്കുന്ന ആ വലിയ ധവനി, അതിനെ ആമ ഇഴഞ്ചാൻ തോട് എന്ന് വിശേഷിപ്പിച്ചാണ്. വളവും തിരിവും ഏറെ ഉള്ളതുകൊണ്ട് അന്ന് അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. ഇന്ന് അത് ആമ ഇഴഞ്ചാൻ തോടല്ല, ആളെ കൊല്ലുന്ന ദുർഗന്ധവാപിയായ ഒരു മാലിന്യ പ്രവാഹമാണ്. പ്രവാഹമൊന്നും പറയാൻ സാധ്യമല്ല, ഒട്ടും ഒഴുക്കില്ലാതെ തറഞ്ഞ് നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ ഒരക്ഷയപാത്രം പോലെ ആയിരിക്കുന്നു ആ തോട്. അവിടെ വീണുപോയ ജോയിയുടെ ശരീരം തന്നെ ഇത്രയും തടസ്സങ്ങളുള്ള ആ തോട്ടിൽ 2-ാം ദിവസം ആ ശരീരം അന്വേഷിച്ചവരെല്ലാം ജോയി കുഴിയിലിറങ്ങിയ, തോട്ടിലിറങ്ങിയ സ്ഥലത്തിൻ്റെ ചുറ്റും കിടന്ന് തിരക്കുകയായിരുന്നു. എന്നാൽ 2 കിലോമീറ്റർ അപ്പുറത്ത് മാറി നമ്മുടെ ആമയിഴഞ്ചാൻ തോട്ടിൽ തന്നെ ഒരു വലിയ ജനവാസ കേന്ദ്രമായ പ്രദേശത്ത് തന്നെ ആ ഭൗതിക ശരീരം പൊന്തിക്കിടക്കുന്നത് ജനങ്ങൾ കണ്ടു. എന്നാൽ മണിക്കൂറിന് 100 കിലോമീറ്ററോളം വേഗത കണക്കാക്കാവുന്ന കുത്തൊഴുക്കുള്ള കർണാടകയിലെ നദിയിൽ പെട്ടുപോയ അർജുൻ ഓടിച്ച ട്രക്കിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ട്രക്ക് വീണതിൻ്റെ പരിസരത്ത് വിദഗ്ധന്മാർ കൊട്ടിഘോഷിച്ച് അന്വേഷിക്കുകയാണ്. നദി വളരെ ശക്തമായി ഒഴുകുന്ന പുഴയാണ്. പുറമേ പ്രകൃതിക്ഷോഭം കൊണ്ട്, പേമാരി കൊണ്ട് നിയന്ത്രിക്കാനാകാത്ത പ്രവാഹശേഷിയാണ് ഇപ്പോൾ അതിലെ വെള്ളത്തിലുള്ളത്. ആ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷണങ്ങൾ പലയിടത്തു നിന്നായി പെറുക്കിയെടുത്തു. എന്നാൽ അതിൻ്റെ മുന്നാലെ പോയി കാണുമോ
അർജുൻ്റെ ശരീരമെന്ന് അന്വേഷിക്കാൻ നമ്മുടെ വിദഗ്ധന്മാർക്ക് എന്തോ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ വിദഗ്ധന്മാരുടെ വൈദഗ്ധ്യത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല. നമ്മുടെ കരസേനയ്ക്കും നാവികസേനയ്ക്കും അത്ഭുതകരമായ മികവ് ഉള്ളവർ തന്നെയാണ്. അന്വേഷണ സംവിധാനത്തിൽ നമുക്കുള്ള ഉപകരണശേഷിയും മോശമല്ല. പക്ഷെ നിർഭാഗ്യവശാൽ അർജുൻ്റെ ഭൗതിക ശരീരം കണ്ടെത്താനോ അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്താൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള അർജുനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് നമുക്കല്പം സ്വയം ഏറ്റെടുക്കേണ്ട ഒരു കുറ്റസമ്മതത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അടിയന്തിരമായി ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിഭവശേഷി നമ്മുടെ സൈന്യത്തിനും സംവിധാനത്തിനും ഉണ്ട്. ആർക്കും ആക്ഷേപിക്കാൻ കഴിയാത്ത ശേഷിയുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ സൈന്യം ശേഷി. എന്തുകൊണ്ടോ അർജുൻ്റെ കാര്യത്തിൽ മികവാർജിക്കാൻ നമുക്ക് സാധിച്ചില്ല. അശ്രദ്ധയാണെന്ന് പറയുന്നില്ല, കെടുകാര്യസ്ഥതയാണെന്ന് പറയുന്നില്ല, കാര്യക്ഷമതാരാഹിത്യമാണെന്നും പറയുന്നില്ല. ഏതു തന്നെയാണെങ്കിലും നമുക്ക് അർജുനൻ്റെ ഭൗതിക ശരീരമോ അദ്ദേഹത്തിൻ്റെ ആയുസ്സോടെയുള്ള ശരീരമോ കണ്ടെത്താൻ സാധിച്ചില്ല. അത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വേണ്ടത് സാങ്കേതിക മികവാർന്ന കരയിലെ ഡിബേറ്റുകളല്ല. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് വേണ്ടത് അദ്ദേഹത്തെ കണ്ടെത്തുകയാണ്. അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൽ അന്വേഷണത്തിൽ ഏർപ്പെട്ടത് ആരൊക്കെയാണ്? എന്തു കായിക മികവിനും മികവുമുള്ള നമ്മുടെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ 1% പോലും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. ഇതിനേക്കാൾ കടുത്ത പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചവരാണ് നമ്മുടെ യോദ്ധാക്കൾ. കരസേനയും വ്യോമസേനയും സമുദ്രസേനയും എല്ലാം. പക്ഷെ എന്തുകൊണ്ടും അർജുൻ്റെ കാര്യത്തിൽ നമുക്ക് മികവാർജിക്കാൻ താമസം സംഭവിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കേരളത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ പ്രളയക്കെടുതിയുണ്ടായി. ആ കുത്തൊഴുക്കുകളിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു. പക്ഷേ അതിലെ A-Z അച്ചീവ്മെൻറ്റ്സ്, അതിൻ്റെ ആത്യന്തികമായ നേട്ടവും വിജയവും നമ്മുടെ നാവികസേനയും കരസേനയും നമ്മുടെ പോലീസ് സേനയും അതിനൊക്കെ പുറമെ അതിവിദഗ്ധമായി സാഹസികമായി നമ്മുടെ മത്സ്യത്തൊഴിലാളികളും ബോട്ട് ഓപ്പറേഷൻസ് ഉള്ള അനവധി മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളും വെള്ളത്തിലേക്ക് എടുത്തു ചാടി ബോട്ടുമായി അവർ തെരഞ്ഞു പിടിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു. നമ്മുടെ കുറേ പേരുടെ പ്രാണൻ നഷ്ടമായി. പക്ഷേ എങ്കിൽ പോലും ഒരു ഭൗതിക ശരീരവും നമുക്ക് കണ്ടെടുക്കാൻ കഴിയാതെ പോയില്ല. അർജുൻ്റെ കാര്യത്തിൽ 10-15 ദിവസമായി നമുക്കെന്തോ നല്ലതല്ലാത്തത് സംഭവിച്ചു. ഏറ്റവും അടുത്ത ദിവസം ശ്രീ അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശിക്കുകയും നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുകയുമാണ്. അത് അതിവിനീതമായി നിർവഹിക്കുകയാണ്. ചർച്ചകൾ നല്ലതാണ്. ഒരു കാര്യത്തിൻ്റെ ശാസ്ത്രീയവും താത്വികവുമായ തലങ്ങളിൽ കൂടുതൽ പറന്നെത്താൻ ചർച്ചകൾ ഉപകരിച്ചേക്കാം. പക്ഷെ ചർച്ചയല്ല അതിൻ്റെ അന്തിമ റിസൾട്ട് നമുക്ക് വേണ്ടത്. അതിൻ്റെ വിജയം ആണ്, അതിൻ്റെ സക്സസ് ആണ്. അത് നമുക്ക് നേടിയെടുക്കാൻ ഇക്കഴിഞ്ഞ 15-16 ദിവസത്തിനിടയിൽ സാധിച്ചിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് വേദനയുടെ ഓർമ്മിക്കുന്നു. നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കൊന്ന് മടങ്ങാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മനസ്സിൽ തട്ടിയ വിലാപസ്പർശമുള്ള ഒരു പ്രഖ്യാപനം ചെയ്തു. ഈ നാടിൻ്റെ ദുർഗന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ ആപരാധികൾ ജനങ്ങൾക്ക് പങ്കുവച്ചത്.
അത് അതിശയോക്തിയില്ലാതെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നതൊക്കെ അതിശയോക്തിയാണെന്നല്ല ഇതിൻ്റെ പിന്നിലെ സൂചന. നമ്മുടെ ഒരു ഭരണാധികാരിയെ അങ്ങനെ കിട്ടുമ്പോഴൊക്കെ വരിഞ്ഞു മുറുക്കിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സ്ഥിതി തീവ്ര വേഗതയിൽ പരിഹാരം കാണേണ്ട ഒരു സ്ഥിതി കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. തിരുവിതാംകൂറിൻ്റെ പഴയ പേര് വഞ്ചി നാട്, വഞ്ചി രാജ്യം, വഞ്ചി ഭൂമി എന്നൊക്കെയായിരുന്നു. കൊച്ചിയും സമാനമായ സ്ഥിതി ഉള്ളതാണ്. മലബാറിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കേരളം ഒരർത്ഥത്തിൽ ഒരു വഞ്ചി നാടും വഞ്ചി ഭൂമിയുമാണ്. പക്ഷേ അത് വഞ്ചിതരാകാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പേരാണെന്ന് വരുത്തി വ്യാഖ്യാനിച്ചുകൂടാ. ഈ വെള്ളമാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കരുത്തിനും നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിച്ചതുമെല്ലാം ഈ ജലസ്രോതസ്സുകളും ജലസംഭരണികളും ഈ ജലപ്രവാഹവുമൊക്കെ ആണ്. പെട്രോളും ഡീസലും അത് ഉപയോഗിക്കുന്ന വാഹനങ്ങളും സാർവത്രികമാകുന്നതിന് മുൻപ് നമ്മുടെ ആളുകളുടെ അതിപ്രധാനമായ ഗതാഗത മാർഗം വള്ളം, ബോട്ട്, ചാളത്തടി, ഇങ്ങനെ പലതുമായിരുന്നു. ജനങ്ങൾക്ക് അത് ശീലിച്ച ഒരു യാത്രാമാധ്യമമായിരുന്നു. ഉദാഹരണം കുട്ടനാടൻ പ്രദേശം തന്നെ, അവിടെ വള്ളമില്ലാത്ത വീടുകൾ കുറവാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വള്ളം തുഴയാനും വളരെ അനായാസം യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കുന്ന പരിശീലനവും ഉണ്ട്. അത് കായലോരങ്ങളോടടുപ്പിച്ചും ആറുകളോടടുപ്പിച്ചുമൊക്കെ താമസിക്കുന്നവർക്കുള്ള ഒരു ജന്മ പരിശീലനമാണ്. പക്ഷെ ആ കായലുകളൊക്കെ എത്ര തെളിനീർ സങ്കേതങ്ങളായിരുന്നു. അഴുക്കുകൾ തെല്ലും അടിഞ്ഞുകൂടാത്ത, കൂടിയിട്ടില്ലാത്ത, കൂടിക്കൂടുന്ന ഭരണകൂടത്തിനും പ്രാദേശിക സമൂഹങ്ങൾക്കും നിർബന്ധമുള്ള നമ്മുടെ കായലുകൾ, നമ്മുടെ തോടുകൾ, നമ്മുടെ ആറുകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ ജലസംഭരണികൾ, ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മേന്മയെ വർദ്ധിപ്പിച്ച സ്ഥാപനങ്ങളും സങ്കേതങ്ങളും ഒക്കെയായിരുന്നു. ഇന്നെന്താണ് സ്ഥിതി? നിരവധി കായലുകളുടെ ശോച്യാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വളരെ പ്രഖ്യാതമായ നമ്മുടെ ജലഗതാഗത മാർഗങ്ങൾ മുഴുവൻ വെട്ടി അടച്ചുകൊണ്ടേയിരിക്കുന്നു, നികന്നുകൊണ്ടേയിരിക്കുന്നു. കയ്യേറ്റക്കാരുടെ കയ്യിൽ അതൊക്കെ പെട്ടുപോയിരിക്കുന്നു. തിരുവിതാംകൂറിൻ്റെ പെരുമാറിലൂടെ സഞ്ചരിക്കാനുണ്ടായിരുന്ന എത്ര ആകർഷകവും മനോഹരവും അഥവാ ചേതോഹരവുമായ ഒരു തീർത്ഥ സങ്കേതം കൂടിയായിരുന്നു പാർവതി പുത്തനാർ. അത് ഇന്ന് പാർവതി പുത്തനാറിൻ്റെ സ്ഥിതി എന്താണെന്ന് ഈ നാടിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാകുന്ന രാഷ്ട്രീയക്കാരോ സാമൂഹ്യ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവരതൊന്ന് പരിശോധിക്കട്ടെ. അപ്പോഴറിയാം പാർവതി പുത്തനാറിൻ്റെ ഒരവസ്ഥ. ചീഞ്ഞു ജീർണിച്ച ഭൗതിക ശരീരത്തിൻ്റെ അവസ്ഥയിൽ ദുർഗന്ധമല്ലാതെ മറ്റൊന്നും തരാനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പാർവതി പുത്തനാർ കിടക്കുകയാണ്. ഒഴുകുന്നു എന്ന് പറയാൻ പാടില്ല, ഒരു കിടപ്പ് കിടക്കുകയാണ്. കാറ്റടിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ അല്പം ഒരു ചലനം ഉണ്ടായേക്കാം. 15 അടി 20 അടി അതൊക്കെ കുറവാണ്. ഏറ്റവും ഒരു 15-20 അടി ആഴത്തിൽ ഉറഞ്ഞു കിടക്കുന്ന ചെളി പറമ്പാണ് ആ കായൽ. അത് തുടങ്ങുന്നിടം തൊട്ട് അവസാനിക്കുന്നിടം വരെ. ഏതു മാലിന്യവും ഈ ജലാശയങ്ങളിൽ ആളുകൾക്ക് വലിച്ചെറിയാം. വീടുകളിൽ നിന്നോ കടകളിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്ന, വള്ളത്തിൽ കൊണ്ടുവരുന്ന ഏത് വേസ്റ്റും സന്ധ്യ കഴിഞ്ഞാൽ ആ കായലിൽ തള്ളാം. ഇത് കായലിൻ്റെ അടിയിലേക്ക് അത് മുകളിലേക്ക് പൊന്തി വരാതിരിക്കാൻ ഒരു കല്ലും കൂടി ആ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് സ്ഥാപിക്കാം. അതൊക്കെ മൗലികാവകാശത്തിൽപ്പെട്ട കാര്യമാണ്.
ആ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കല്ലും ഈ ദുർഗന്ധം നിന്ന് കത്തുന്ന ആ ചാക്കുകളും കായലിൻ്റെ അടിയിൽ ചെന്നങ്ങ് ഉറയുകയാണ്. അവിടെ നിന്ന് പിന്നെ ദിവസം തോറും മുകളിലേക്ക് തള്ളിവിടുന്ന ദുർഗന്ധം, അതാണ് കായലുകളുടെ മിക്ക സ്ഥിതിയും. ഇടവാ നടയറ കായലാകട്ടെ, കൊല്ലം പരവൂർ കായലാകട്ടെ, കൊല്ലത്തെ അഷ്ടമുടി കായലാകട്ടെ എന്ന് വേണ്ട ഏത് കായലാകട്ടെ, കൊച്ചിൻ പ്രദേശങ്ങളെ പരിരംഭണം ചെയ്ത് കിടക്കുന്ന മനോഹരികളായ കായലുകൾ എത്ര, അതിൻ്റെ ഒക്കെ സ്ഥിതി ആന വീണാൽ പുതഞ്ഞു പോകത്തക്കവണ്ണം അഴുക്ക് ചാലുകളാണതെല്ലാം. ശുദ്ധജലവാഹിനികളായിരുന്ന ആ കായലുകൾ, ആ തടാകങ്ങൾ, ആ പുഴകൾ, ആ ഒഴുക്ക് ചാലുകളെല്ലാം ഇന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തവണ്ണം ഉള്ള അഴുക്ക് ചാലുകളായി മാറിയിരിക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇതിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുർഗന്ധങ്ങളുടെയും മഹാരോഗങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി കേരളം രൂപാന്തരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കശാപ്പുശാലകളുടെ വേസ്റ്റുകൾ, അവിടെ നിന്ന് ഒഴുകി വരുന്ന, അവിടെ നിന്ന് പുറത്തേക്ക് തള്ളുന്ന രക്തം, മറ്റ് മാലിന്യങ്ങൾ, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കയറ്റി വിദേശത്തയച്ച് ഫോറിൻ മണി സമ്പാദിക്കാൻ അയക്കുകയല്ല. ഇതെല്ലാം പകൽ ആ ചാക്കിൽ ഉറങ്ങണം അച്ചടക്കത്തോടെ. രാത്രിയാകുമ്പോൾ ബന്ധപ്പെട്ട ചുമതലക്കാർ വരും, ഒരു പാറക്കല്ല് കൂടി സംഭാവനയായി ചാക്കിനകത്ത് കയറ്റി ആദ്യം കാണുന്ന കായലിനകത്തേക്ക് ഇരുട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ കൊണ്ടങ്ങ് സ്ഥാപിക്കുകയാണ്. ഇത് ചെയ്യാൻ ഒരറപ്പുമില്ല. 10,000-കണക്കിന് സാധാരണ ആളുകൾ, തൊഴിലാളികൾ കുളിക്കുവാനും തുണി അലക്കുവാനും ഒക്കെ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന കായലുകൾ, ശുദ്ധജലമായി തോന്നുന്ന പ്രതീതിയുള്ള കായലുകൾ, അഴുക്കോ കൂത്താടികളോ മറ്റ് ഏതെങ്കിലും ജലജന്തുക്കളായി ഭവിക്കുന്ന അപകടകാരികളായ രോഗാണുക്കളോ ഒന്നുമില്ലാത്ത ആ കായലുകൾ, ആ പുഴകൾ, ആ തോടുകൾ, അതെല്ലാം ഇന്ന് മനുഷ്യർക്ക് അടുക്കാൻ കഴിയാത്ത സ്ഥലങ്ങളായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാം തോട്ടിനെ പറ്റി വലിയ കാവ്യശകലങ്ങളാണ് ഇപ്പോൾ ആളുകളുടെ വികാരത്തിൻ്റെ നെടുവീർപ്പായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗോഷ്ഠി ഒന്നും കണ്ട് നമ്മുടെ ബഹുമാന്യനായ ഭരണാധികാരികൾ, അവരോടൊക്കെ കാട് കയറി പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് തടഞ്ഞേ തീരൂ എന്ന് അങ്ങേക്ക് തോന്നിക്കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കകം ആമയിഴഞ്ചാൻ തോട് ഒരു ശുദ്ധജല വാഹിനിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നടത്താനാണ് ഭരണകൂടം. അല്ല, കണ്ടുകൊണ്ടിരുന്ന് വിലപിക്കുവാനും 4 പേർക്കൊപ്പം തലയിൽ പൊത്തിപ്പിടിച്ച് കരയുവാനും വേണ്ടിയുള്ളതല്ലേ അധികാരം. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അങ്ങേക്ക് ട്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഞാൻ ആരെയും അനാദരിക്കാൻ ആഗ്രഹിക്കുന്നയാളല്ല. അവരെല്ലാം ഇത് ശുദ്ധിയാക്കേണ്ടതിനെക്കുറിച്ച് ആചാരമായിട്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ അവരുടെ വകുപ്പ് ചെയ്യേണ്ട ഏതെങ്കിലും കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ? ഈ സംവിധാനങ്ങൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതർ ലോക്കൽ ബോഡീസ്, മറ്റ് റെഗുലേറ്ററീസ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ രാജാവും ദിവാനും കളക്ടറും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ലൈവായിരുന്ന ഒരു കാലത്ത് ഉണ്ടായതാണ് ഈ ആമയിഴഞ്ചാൻ തോടും ഇവിടുത്തെ പാർവതി പുത്തനാരും ഇവിടുത്തെ 100 കണക്കിന് തോടുകളും ആറുകളും പുഴകളുമെല്ലാം. ഒരെണ്ണത്തിൽ ഒരുവൻ കാർക്കിച്ചു തുപ്പാൻ അറച്ചിരുന്നു. വീട്ടിലെ വേസ്റ്റ് കൊണ്ടുവന്ന് നദിയിൽ എറിയാൻ അറച്ചിരുന്നു, ഭയന്നിരുന്നു. അത് ചെയ്തിരുന്നില്ല. ഇപ്പോൾ വഴിയാത്ര പോകുന്ന എല്ലാ വാഹനത്തിനും, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, വണ്ടിയുടെ ഡിക്കിയിൽ കുറേ സാധനം കൂടെ കയറ്റി പോകുന്ന പോകരുത്. കണ്ടാൽ തോന്നും മോൻ്റെ പേരിൽ കാനഡയിൽ അയച്ചു കൊടുക്കാൻ കൊണ്ടുപോകണം. നല്ല
ആളൊഴിഞ്ഞ ഭാഗത്ത് ചെല്ലുമ്പോൾ വണ്ടിയുടെ ഡിക്കി ഡ്രൈവർ ഇറങ്ങി തുറന്ന് സ്നേഹപൂർവ്വം അതെടുത്തങ്ങ് വെള്ളത്തിടുകയാണ്. എവിടെയെല്ലാം ബോർഡ് വച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ക്യാമറ അല്പം അകലെ എന്നൊരു കല്ലെടുത്തെറിഞ്ഞാൽ ക്യാമറയുടെ അന്ത്യം ട്രാജഡിയാണ്. ഈ വേസ്റ്റ് എടുത്ത് തള്ളിയിട്ട് പോവുകയാണ്. ഇത് നടപടി ഉണ്ടാകുന്നു. നടപടിക്ക് പ്രസംഗം പോരാ. പ്രസംഗം നല്ല കാര്യമാണ്, പക്ഷേ പ്രസംഗം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതല്ല ഇത്. ഇവിടുത്തെ മാലിന്യം തടസ്സം ചെയ്യും, നിർമ്മാർജ്ജനം ചെയ്യും, ഇല്ലെങ്കിൽ അതനുസരിക്കാത്തവനെ നിർമ്മാർജ്ജനം ചെയ്യും എന്ന് കണ്ടാൽ മാത്രമേ നിയമം ശക്തമാക്കാനും നടത്താനും സാധിക്കൂ. അരോചകമാണ്, ദുസ്സഹമാണ്, ദുഃഖകരമാണ്, വേദനാജനകമാണ്. ബഹുമാനപ്പെട്ട ഭരണകൂടത്തിൻ്റെ അറിവിന് വേണ്ടി ഒരു കാര്യം ബോധിപ്പിക്കുകയാണ് വിനയത്തോടെ. തിരുവനന്തപുരം നഗരത്തിനകത്ത് ഒരിക്കലും വെള്ളക്ഷാമം ഉണ്ടാക്കാത്തവണ്ണം 300-ലേറെ സ്ഥാനനിർണയം ചെയ്ത കൂറ്റൻ കിണറുകൾ ഉണ്ടായിരുന്നു രാജവാഴ്ചക്കാലത്ത്. ആ കിണറുകൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ, ഇന്നാണ് കിലോമീറ്റർ, അന്ന് മൈലാണ്, 2-3 നാഴിക അല്ലെങ്കിൽ 2-3 മൈൽ, ചതുരശ്ര മൈൽ സ്ഥലത്തെ ആളുകൾക്ക് മുഴുവൻ കുളിക്കാൻ, കുടിക്കാൻ, അലക്കാൻ ഉതകുന്ന ശുദ്ധജലവാഹിനികളായിരുന്നു ഈ കിണറുകളെല്ലാം. ആ കിണറിൽ ഒരെണ്ണത്തിൻ്റെ തൊടി പോലും ഇടിഞ്ഞു പോയിട്ടില്ല. ആ കിണറുകളെല്ലാം ഇന്നും നഗരത്തിലുണ്ട്. പക്ഷേ ചിലതൊക്കെ അതിനടുത്ത് പ്രവർത്തിക്കുന്ന വലിയ സർക്കാർ ഓഫീസുകളുടെ വേസ്റ്റ് ബോക്സാണ്. കാലങ്ങളായി ഓഫീസിലെ വേസ്റ്റ് തൂത്തുവാരി അതിനകത്താണ് സ്ഥാപിക്കുന്നത്. അത് കൃമികീടങ്ങളുടെ ഉൽപ്പത്തി കേന്ദ്രമായി, പ്രൊഡക്ഷൻ സെൻ്ററായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. ആ കിണറുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ശുദ്ധി ചെയ്യിച്ച് തിരിച്ചെടുക്കാൻ ഇത് ഇട്ട ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നിർബന്ധമായി നിർദ്ദേശം കൊടുക്കാൻ അങ്ങേക്ക് കഴിയണം. ഞാൻ അങ്ങേ ഭരണം പഠിപ്പിക്കുകയല്ല. ദിസ് ഈസ് നോട്ട് എ ട്യൂഷൻ റിക്വസ്റ്റ്. ഇത് 2-3 കാര്യങ്ങൾ ചെയ്യും എന്ന് കണ്ടാൽ 4ാമത്തെ വൃത്തികേട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ അവിടെ നിർത്തും, അവസാനിപ്പിക്കും. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. കണ്ടെഴുത്താൻ പോയ ഉദ്യോഗസ്ഥൻ അമ്മയുടെ തൃപ്തി പിടിച്ചു പറ്റാൻ വേണ്ടി വേലുത്തമ്പിയുടെ വീട്ടിലെ കായ്ക്കുന്ന തെങ്ങിന് കാഫലം കുറവാണെന്ന് റെക്കോർഡ് ചെയ്തത് അറിഞ്ഞപ്പോൾ വേലുത്തമ്പി ആ ഉദ്യോഗസ്ഥനെ വരുത്തി അവൻ്റെ വിരലുകൾ 2 മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് കരം കുറച്ചു കൊടുത്തവന് ഒരു നേരിയത് വാങ്ങിച്ചു കൊടുക്കാമെന്നല്ല വിചാരിച്ചത്. ഇത് ചെയ്തതിൻ്റെ ഫലമായി പിന്നൊരു തനി ജാതി പണി ചെയ്യുകയില്ല. ആരുടെയും വിരൽ മുറിക്കേണ്ട, നഖവും വെട്ടണ്ട. പക്ഷെ ആളുകളെ മാന്തുകയും കീറുകയും ചെയ്യാതിരിക്കത്തക്കവണ്ണം ചില നടപടികൾ ഈ സംസ്ഥാനത്തുണ്ടെന്ന് വന്നാൽ ഇത്തരം തോന്നിയാസങ്ങൾ നിർത്തുക തന്നെ ചെയ്യും, അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. തന്നിഷ്ടം പോലെ പെരുമാറാൻ, താൻ തോന്നിയാസങ്ങൾ കാണിക്കാൻ ആർക്കും ഇവിടെ ലൈസൻസ് ഉണ്ടെന്ന് വന്നാൽ പിന്നിവിടെ ഭരണകൂടം വേണമോ? പിന്നിവിടെ ഗവൺമെൻറ് വേണമോ? ഏത് വകുപ്പിലാണ് കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നത്? പണവും പ്രതാപവും സമ്പത്തും സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കോടീശ്വരന്മാരുടെ കയ്യിലല്ലേ വാസ്തവത്തിൽ രാജ്യം നിന്ന് ഇരിക്കുകയും രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നത്? അത് ഇങ്ങനെ തുറന്ന് വിട്ടുകൊടുത്താൽ ദുഃഖകരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇത് റോഡേ പോണവരോടെല്ലാം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ 2-3 കാര്യങ്ങളെങ്കിലും നിയന്ത്രിക്കാൻ തയ്യാറാണ് എൻ്റെ ഗവൺമെൻറ് എന്ന് അങ്ങേക്ക് എന്ന് തോന്നുന്നുവോ അന്ന് മാത്രമേ ഇതിനൊക്കെ പരിഹാരമുണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ പരിഹാരം അഹോരാത്ര പ്രഭാഷണമല്ല. അതിവേഗം നടപ്പാക്കേണ്ട കാര്യങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ നടപ്പാകുന്നു എന്ന് കണ്ടാൽ ഈ ചൊറിച്ചിലൊക്കെ അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ജനങ്ങൾ ഇനി ആരോട് പറയണം? ആരെ കണ്ട് നിവേദനം നടത്തണം? അതീവ ദുർബലന്മാരുടെ സ്ഥിതി യജമാനന്മാരും രാജാക്കന്മാരും തമ്പുരാന്മാരും കോടീശ്വരന്മാരും കുബേരന്മാരും ഒക്കെ ഭരിച്ചിരുന്ന കാലത്തേക്കാൾ അപലപനിമാവണ്ണം ദുഃഖകരമല്ലേ? സങ്കടകരമല്ലേ? കഷ്ടതരമല്ലേ? ആരുണ്ടിവിടെ ചോദിക്കാൻ? ആരുണ്ടിവിടെ നിയന്ത്രിക്കാൻ? ആരുണ്ടിവിടെ അനുസരിപ്പിക്കാൻ? ഒരു ഭരണകൂടത്തിൽ ഇതിനെല്ലാം കഴിയുന്ന സംവിധാനമുണ്ടാകണം. ഈ നാട് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാകണമെങ്കിൽ, അഴുക്കുചാലല്ലാതാകണമെങ്കിൽ, ദുർഗന്ധപൂരിതമല്ലാതാകണമെങ്കിൽ, മഹാരോഗങ്ങളുടെ സങ്കേതമല്ലാതാകണമെങ്കിൽ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മന്ത്രിമാരും വകുപ്പുകളും ഒന്ന് തീരുമാനിച്ചാൽ മതി. അത് ചെയ്യണമെന്ന് മാത്രം അപേക്ഷിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. അത്രയും വിനയപൂർവ്വം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.